കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ആദ്യം എങ്ങനെയും മഹേഷിൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഇഷിതയുടെ തീരുമാനം. അതിനുവേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ അവർ ആലോചിക്കുകയാണ്. ഈ സമയത്തിലാണ് 101-ലും ഇഷിതയുടെ കുഞ്ഞിനെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ അമ്മ പറയുകയാണ്. പക്ഷേ ഇഷിത അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇഷിത എല്ലാം നെവർ മൈൻഡായിട്ട് വിടുകയാണ്. അപ്പോൾ സുചിത്ര വിളിച്ചിങ്ങനെ പറയുന്നു, അമ്മ ഭയങ്കര വിഷമത്തിലാണ്, ഇഷിതേച്ചൻ്റെ ഇതൊന്നും ആലോചിക്കാത്തത്. അപ്പോൾ ഇഷിത പറയും, നിനക്ക് വേറൊന്നും പറയാനില്ലേന്ന് ചോദിക്കും. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹേഷ് അകത്തേക്ക് വരും. അപ്പോൾ മഹേഷ് ചോദിക്കുക, എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, 101-ലും ചിപ്പിയുടെ ആഗ്രഹം എത്തിയെന്ന് പറയും. അപ്പോൾ പറയും, അവർക്ക് ചിപ്പിയുടെ ആഗ്രഹം മാത്രമല്ല, ഇഷിതയ്ക്കൊരു കുഞ്ഞ്, അത് അവരുടെ ആഗ്രഹമാണ് എന്ന് പറയും. അപ്പം മഹേഷിനോട് ഒട്ടും അടുക്കാതെ ഇഷിത മാറിപ്പോവുകയാണ്. അപ്പോൾ ഇഷിത പറയില്ല, ആദ്യം ഞാൻ കൊണ്ടുവരും എങ്ങനെയാണേലും. അപ്പോൾ മഹേഷ് പറയും, ആദ്യം പറയുന്ന കാര്യങ്ങൾ നിനക്ക് അറിയാമല്ലോ, അവൻ അതായിരിക്കും അംഗീകരിക്കുന്നത്, അവന് മനസ്സിലാകത്തില്ല, അവൻ ഇഷിതയുടെ കാര്യം പോലും ആലോചിക്കുന്നില്ല, മമ്മിയും ഡാഡിയും ഒന്നിപ്പിക്കാനുള്ള ആഗ്രഹമാണ് അവൻ നോക്കുന്നതെന്ന് പറയും. അങ്ങനെ അവരോരോന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ രജനോട് ഓരോന്നൊക്കെ പറയും. അപ്പോൾ രജനോട് പറയും, മമ്മി, ഡാഡിയും മക്കളും മമ്മിയും ഒരുമിച്ചല്ലേ താമസിക്കേണ്ടത്, ഞാൻ ഡാഡിയോട് പറയാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ രജനയോട് പറയാം. അപ്പോൾ രജനയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. രജന വേറൊരു രീതിയിലാകുകയാണ്. അപ്പോൾ ആദ്യയോട് പറയും, നീ കൂടുതലൊന്നും പറയല്ലേ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറയും. അങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിത പിന്നെ ആദ്യം കാണാൻ സ്കൂളിലേക്ക് ചിപ്പിയുടെ കൂടെ പോവുകയാണ്. പക്ഷേ ഇഷിതയുടെ വിചാരം ഇഷിത പറയുന്നത് കേൾക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഇഷിത പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ ഇഷിതയ്ക്കൊരു കോള് വരുന്നു. അപ്പോൾ ലയേനെ അവിടെ കാണുന്നു. അങ്ങനെ ലയ വന്നിട്ട് അടിയും പിടിയൊക്കെ വന്ന് കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇഷിത പറയും, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിപ്പിയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂളിൽ ചെന്നതിന് ശേഷം നമ്മുടെ ആദ്യയെ ഇഷിത കാണുകയാണ്. അപ്പോൾ ആദ്യയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു. പക്ഷേ ആദ്യം വെച്ച ആവശ്യം അതായിരുന്നില്ല. ആദ്യം പറയുന്നു, പിന്നെ ഡാഡിയും മക്കളും ഒക്കെ ഒരുമിച്ചല്ലേ താമസിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇഷിത വളരെ സങ്കടത്തോടു കൂടി പറയും, നീ പറയുന്നത് എന്ത്, ഞാൻ അനുസരിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറി തരാം എന്ന് തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ്. ഇഷിതയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇഷിത പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാരണം ആദിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതെന്ന് ഇഷിതയുടെ ഒരു എന്താ പറയുക, ആദിക്കറിയാം ഇഷിതയോട് പറഞ്ഞാൽ അത് നടക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആദി അതൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള കാര്യമൊക്കെ ഇഷിതയോട് പറയുകയാണ്. അപ്പം അങ്ങനെ ലാസ്റ്റ് ആദി ഇത് പറയുന്നത് കേട്ട് ഇഷിത ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സീനാണ് ഉള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.